മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ് അള്ളാഹു ലോകരിലേക്ക് മുഴുവനും പ്രബോധകനായി അയച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെയുള്ള മുഴുവൻ പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് ഒന്നെങ്കിൽ ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു പട്ടണം, ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ടാണ്. ലോക ജനതയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാതെ വേറെ ആരെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ വാദം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചത് ആദ് ഗോത്രത്തിലേക്ക് മാത്രമാണ്. ആദ് ഒരു ഗോത്രത്തിന്റെ പേരാണ്, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ആ ഗോത്രത്തിലേക്ക് മാത്രം പ്രബോധകനായി അള്ളാഹു ഒരു പ്രവാചകനെ നിശ്ചയിച്ചു. ആ പ്രവാചകന്റെ പേര് സയ്യിദുനാ ഹൂദ്. ഊദല്ല, ഊദെന്ന് കേട്ടോണ്ട് നിങ്ങൾ അനങ്ങായിരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. സയ്യിദുനാ ഹൂദ് അലൈഹിസ്സലാം. അങ്കൂസോലൊന്നും കേട്ടില്ലല്ലോ ഉസ്താദ് ഈ പേര് എന്ന് ഓർക്കണ്ടാവും. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു 25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞതിൽ ഒരു വ്യക്തിയുടെ പേരാണ് സയ്യിദുനാ ഹൂദ് അലൈഹിസ്സലാം. 114 സൂക്തങ്ങൾ വിശുദ്ധമായ ഖുർആനിൽ ഉണ്ട് എങ്കിൽ അതിലൊരു സൂക്തത്തിന്റെ പേരും സൂറത്ത് ഹൂദ് അലൈഹിസ്സലാം. ഹൂദ് നബിയുടെ പേരിൽ ഒരു സൂക്തവുമുണ്ട്. അപ്പൊ ആള് നിസ്സാരക്കാരനല്ല, വലിയൊരു പ്രവാചകനാണ്. എന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത് ആദി എന്ന ഒരു ഗോത്രത്തിൽ മാത്രം പ്രബോധനം നടത്തിയാൽ മതി. അവിടെ അവിടത്തേക്ക് മാത്രമാണ്. മുഹമ്മദ് നബിയോ അർസൽനാക റഹ്മത്തൻ ലിൽ ആലമീൻ, ലോക ജനതയ്ക്ക് മുഴുവനും അയക്കപ്പെട്ട വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി. وإلى ثمود أخاهم صالحا, സമൂദ് ഗോത്രത്തിലേക്ക് മാത്രമാ സാലിഹ് നബിയെ നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. സാലിഹ് നബി അലൈഹിസ്സലാം പ്രവാചകനാണ്, വലിയ പ്രവാചകനാണ്. ഉറക്കെ പറയണം, സാലിഹ് നബി അലൈഹിസ്സലാം. നമ്മളെന്ന് പറഞ്ഞാൽ സുന്നികളാണ്. സുന്നികൾ എന്ന് പറഞ്ഞാലോ ഇസ്ലാമിന്റെ അടിത്തറ തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ് എന്നാണ്. ബേസിക് അതാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുകയും നിസാരവൽക്കരിക്കുകയും ചെയ്യുക. അല്ലാഹു ബഹുമാനിച്ച അമ്പിയാക്കൾ, അല്ലാഹു ബഹുമാനിച്ച ഔലിയാക്കൾ, അല്ലാഹു ബഹുമാനിച്ച സച്ചരിതരാകുന്ന ഉലമാക്കൾ, മഹത്തുക്കൾ, അവരെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതിന്റെ ബറക്കത്ത് കൊണ്ടാണ് നമ്മുടെ ജീവിതം സന്തോഷകരമാകുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്കുള്ളതാകുന്ന സാമ്പത്തിക ഭദ്രത, നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ, നമ്മുടെ ജീവിതത്തിന്റെ ശൈലികളിൽ നമ്മുടെ മക്കൾ സാലിഹികളായി തീരുന്നത്, നമ്മുടെ ഭാര്യ സാലിഹത്താകുന്നത്, നമ്മുടെ കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ കാണുന്ന ഐശ്വര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ കാരണം, നമ്മൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും മഹത്തുക്കളാകുന്ന ഉലമാക്കളെയും നമ്മൾ ബഹുമാനിച്ചു പോരുന്നു, ആദരിച്ചു പോകുന്നു. അത് മാത്രമാണ്. അതുകൊണ്ട് ഉറക്കെ പറയണേ, സാലിഹ് നബി അലൈഹിസ്സലാം വലിയ പ്രവാചകനാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖാല ലഹും റസൂൽ നാഖത്തല്ലാഹി വസുഖിയാഹാ, ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഗോത്രമാകുന്ന സമൂദ് ഗോത്രത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോ, അള്ളാഹുവിലേക്ക് കടന്നു വരാൻ പറയുമ്പോ, ആ ഗോത്രം ഇതാ സാലിഹ് നബിയോട് ആവശ്യപ്പെടുകയാണ്, സാലിഹേ സാലിഹേ, നിന്റെ റബ്ബാകുന്ന അള്ളാഹുവിനെ കൊണ്ട്
ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, നീ ആ റബ്ബിന്റെ ദൂതനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, ആ കാണുന്ന പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് സുന്ദരിയായ ഒരൊട്ടകം പുറത്തു വരണേ. അതിന്റെ പാല് കുടിക്കാൻ ഞങ്ങൾക്ക് കഴിയണേ. വല്ലാത്തൊരു ആവശ്യമാണ് സാലിഹ് നബിയോട് സമൂദ് ഗോത്രം ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, പടച്ച റബ്ബേ, അല്ലാഹുവേ, ഈ സമുദായം എന്നെ കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് സുന്ദരിയായ ഒട്ടകത്തെ പുറപ്പെടുവിക്കണേ അല്ലാഹ്. പുറപ്പെടുവിച്ചാൽ മാത്രം പോരാ, ആ ഒട്ടകം ഇതാ പാല് ചുരത്തി സമൂഹത്തിന് നൽകണേ അല്ലാഹ്. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ഓർഡർ ഇടുകയാണ്, അല്ലയോ സാലിഹേ, നീ നിന്റെ വിരലുകൾ ആ പാറക്കെട്ടിലേക്ക്, ഏതൊരു പാറക്കെട്ടാണോ സമൂദ് ഗോത്രക്കാര് പറയുന്നത്, ആ പാറക്കെട്ടിലേക്കൊന്ന് ചൂണ്ടണേ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാറക്കെട്ടിലേക്ക് ഇതാ വിരലുകൾ ചൂണ്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, പാറക്കെട്ട് പ്രസവിക്കുകയാണ്. അതിനുള്ളിൽ നിന്ന് സുന്ദരിയായ ഒരൊട്ടകം പുറത്തു വരുകയാ. ഖുർആൻ പറഞ്ഞ ചരിത്രമല്ലയോ, അവിശ്വസിച്ചാൽ സെക്കൻഡിൽ കാഫിറാണ്. നാഖത്തല്ലാഹി വസുഖിയാഹാ. ഈ ഒട്ടകത്തെയും ഒട്ടകത്തിന്റെ കുടിനീരിനെയും സൂക്ഷിക്കണേ, ചിന്തിക്കണേ. അള്ളാഹുവിന്റെ വർത്തമാനം ഒന്ന് ശ്രദ്ധിക്കണേ. ലോകത്ത് എത്രയോ ഒട്ടകങ്ങൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. ഹബീബായ നബിതങ്ങൾക്ക് പോലും ഒട്ടകമുണ്ടായിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഒട്ടകമെന്ന് അവരിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഒട്ടകമെന്ന് പറഞ്ഞത് സാലിഹ് നബിയുടെ ഒട്ടകമാണ്, മോചിതത്തിലൂടെ കടന്നു വന്ന ഒട്ടകമാണ്. അല്ലാഹുവിന്റെ ഒട്ടകത്തെ സൂക്ഷിക്കണേ. അതിന്റെ കുടിനീരിനെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബി മുഖേന അവർക്ക് വർത്തമാനം നൽകിയിട്ട് അവരുടെ ഗോത്ര തലവൻ ഖുദാർ അതിനെ കൊന്നുകളയുകയാണ്. ആ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണ്. ഹബീബായ നബി തങ്ങളോട് സഹാബത്ത് ഒരിക്കൽ ചോദിക്കുകയാണ്, മൻ അസ്ഖൽ ഖൗമി യാ റസൂലല്ലാഹ്, നബിയേ, ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി ആരാണ്? ഏറ്റവും വലിയ പരാജിതനാരാണ്? ഏറ്റവും വലിയ ഗുണ്ട ആരാണ്? ഒരു പക്ഷേ കണ്ണൂർ ജില്ലകളിൽ ഗുണ്ടകൾ ഉണ്ടായിരിക്കാം, ഒരുപാട് ഗുണ്ടകളെ നമുക്ക് പരിചയമുണ്ടായിരിക്കാം. പക്ഷെ ആ ഗുണ്ടകളൊന്നും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ലിസ്റ്റിലില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയാരെന്നറിയുമോ? അത് ഖുദാർ ബിനു സാരിഫ്. ഖുദാറാണ്, അല്ലദീ ഹഖറ നാഖത്തല്ലാഹ്. അല്ലാഹുവിന്റെ ഒട്ടകമാകുന്ന സാലിഹ് നബിയുടെ മോചനത്തിലൂടെ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒട്ടകമാണ് സാബ. ലോകത്ത് ഏറ്റവും വലുതാകുന്ന ഒട്ടകം. ആ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്തവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇങ്ങനെ വലിയ ഒട്ടകത്തെ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് വരെ പടച്ചറപ്പ് നൽകുകയും അതിന്റെ പാല് ചുരത്തി സമൂഹത്തിന് ദീനിന്റെ പ്രബോധനത്തിന് വഴിതെളിക്കുകയും ചെയ്തതാകുന്ന സാലിഹ് നബിയെ പോലും അല്ലാഹു അയച്ചത് സമൂദ് ഗോത്രത്തിലേക്ക് മാത്രമാണ്. വഇലാ സമൂദ അഖാഹും സാലിഹാ. വലിയ പ്രവാചകനാണ്, ഒട്ടകത്തേക്ക് നൽകി അള്ളാഹു ആദരിച്ച വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തെ പോലും അള്ളാഹു എവിടേക്ക് മാത്രമാണ് അയച്ചത്? സമൂദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രം. നിങ്ങൾ അവിടെ മാത്രം പ്രബോധനം നടത്തിയാൽ മതി, അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള ആളുകളെ മൈൻഡ് ചെയ്യണ്ട. അതിനൊക്കെ വേറെ ആള്. ലോക ജനതയിലേക്ക് മുഴുവനും അയച്ചത് ആരെ മാത്രം? മുഹമ്മദ് റസൂലുള്ളാഹി. മുഹമ്മദു സയ്യിദുൽ കൗനൈനി വസഖലൈനി
والفريقين من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയണേ. ലോകത്തിന്റെ നായകനെ മാത്രമാണ് ലോക ജനതയിലേക്ക് മുഴുവനുമായി പ്രബോധനത്തിന് വേണ്ടി അള്ളാഹു അയച്ചിട്ടുള്ളത്. വേറൊരൊറ്റ ഒരാളെയും അള്ളാഹു അങ്ങനെ അയച്ചിട്ടില്ല. ഖുർആൻ പരിശോധിക്ക് ഓരോ ആയത്തെടുത്ത് നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് നോക്ക്, എവിടെയും കാണാൻ സാധിക്കൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ് ലോക ജനതയിലേക്ക് നിയോഗിച്ചത്. അടുത്ത ആയത്ത് നല്ലതുപോലെ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى مدين أخاهم شعيبا وإلى مدين أخاهم شعيبا. ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത് മദിയൻ എന്ന പ്രവിശ്യയിലേക്ക് മാത്രമാണ്. സമൂദ് ഗോത്രത്തിലേക്ക് മാത്രം സാലിഹ് നബിയെ, ആദ് ഗോത്രത്തിലേക്ക് മാത്രം, അതൊക്കെ ഗോത്രമാണ്, അവിടേക്ക് മാത്രം ആരെ? ഹൂദ് നബിയെ. ഒക്കെ വലിയ പ്രവാചകരൻ. അയക്കപ്പെട്ട സമൂഹം നിസ്സാരമല്ല കേട്ടോ. ഇത് കേവലം ഒരു ഗോത്രമായി നിങ്ങൾ കണക്കാക്കരുത്. വലിയ പന പോലെ പൊക്കമുള്ള ആളുകളായിരുന്നു, നല്ല ആരോഗ്യമുള്ള ആളുകളായിരുന്നു ആദ് സമൂദ് ഗോത്രം. ഖുർആൻ പറഞ്ഞില്ലേ അവരെ പറ്റിയൊക്കെ? ഒക്കെ പറയുമ്പോൾ സമയം പോകും, അതുകൊണ്ടാണ്. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد التي لم يخلق مثلها في البلاد. ആദ് സമൂദ് ഗോത്രത്തെ പോലെ പിന്നീട് ഒരു സൃഷ്ടിയെയും ഇതുപോലെ നാം പടച്ചിട്ടില്ല. അത്ര അജാനബാഹുക്കളാണ്. പന്തലൊക്കെ ഇടണമെങ്കിൽ. പക്ഷെ അദ്ദേഹത്തെ അള്ളാഹു നിയോഗിച്ചത് മദിയൻ എന്ന സ്ഥലത്തേക്ക് മാത്രം. ആ നാട്ടുകാരെ നന്നാക്കിയാൽ മതി, വേറെ എവിടേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾക്ക് പ്രബോധനം നടത്താൻ ആ നാട് മാത്രം. ലോകരിലേക്ക് മുഴുവനും അയച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി. തീർന്നില്ല, പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരുമകനാകുന്ന മൂസാ നബിയെ പോലും അല്ലാഹു നിയോഗിച്ചത് ഫിർഔനിലേക്ക് മാത്രമാണ്. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فذهب وعصى ثم أدبر يسعى. മൂസാ നബിയെ അള്ളാഹു നിയോഗിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം. അവിടേക്ക് മാത്രം മതി നിങ്ങളുടെ പ്രബോധനം. അവനെയും അവന്റെ കൂട്ടാളികളെ നന്നാക്കുക. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അയച്ചതോ ലോക ജനതയിലേക്ക് മുഴുവനും. എന്തിനേറെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, അദ്ദേഹം ലോക ജനതയിലേക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് വാദിച്ചുകൊണ്ട് അത്തരത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന ജനവിഭാഗങ്ങളുള്ള നാടാണ് നമ്മുടെ ഈ കേരളം. അദ്ദേഹത്തെ ലോക ജനതയിലേക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഈസാ നബിയെ പോലും അള്ളാഹു അയച്ചിട്ടുള്ളത് ഇസ്രായേലി ജനതയിലേക്ക് മാത്രം പ്രബോധകനായിട്ടാണ് നിയോഗിതനായത് ബഹുമാനപ്പെട്ട സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം. വലിയ പ്രവാചകനാണ്. നമ്മൾ ഉറക്കെ പറയണം അലൈഹിസ്സലാം. അങ്കൂസ് മൗലവി കേൾക്കുമ്പോഴത്തേക്കും പറയും, കാരണം ഇത് കഴിഞ്ഞ് ചീരണി ഉണ്ടോ എന്ന് തോന്നും. ആ ചിന്ത, നിങ്ങൾക്ക് ചീരണിയും പൊതിയൊക്കെ നാളെ തരും.
നാളെ ഇവിടെ ചോറില്ലേ 200 കിൻഡൽ വെച്ചിട്ട് അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. നാളെയാണ് ചീരണി, അതുകൊണ്ട് നിങ്ങൾ ഉറക്കം പറഞ്ഞോളി. സയ്യിദുനാ ഈസാ നബി വലിയ പ്രവാചകനാണ്. ഖുർആൻ പറഞ്ഞില്ലേ, മരിച്ചുപോയ ആളുകൾക്ക് ജീവനിട്ട് കൊടുക്കുമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാം എന്ന് വിശുദ്ധ ഖുർആൻ. മരിച്ചുപോയ ആളുകൾക്ക് ജീവനിട്ട് കൊടുക്കും. ചെറിയ പരിപാടിയല്ല. മൂപ്പരുണ്ടായിരുന്നു, എൻ്റെ വാപ്പ മരിക്കൂലായിരുന്നു, മൂപ്പരെ വിളിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ നടന്നു പോകവേ ഒരു സ്ത്രീ ഇരുന്ന് വല്ലാതെ വിലപിക്കാൻ. എന്താണെന്ന് ചോദിച്ചു. എൻ്റെ മകൻ മരണപ്പെട്ടു പോയി. ഇവനാണോ എന്ന് ചോദിച്ചു. 2 തട്ട് കൊടുത്തു. എഴുന്നേക്ക് യാ ബുനയ്യ. കുട്ടി എഴുന്നേക്കാൻ പറഞ്ഞു. സെക്കൻഡിൽ കുട്ടി എഴുന്നേറ്റ് നിന്നു എന്നുള്ളതാണ്. മരിച്ചുപോയ കുട്ടിയാണ്, മരിച്ചുപോയ കുട്ടിയാണ്. ഖുർആൻ പറഞ്ഞതാണ് ഇതൊക്കെ. പടച്ച റബ്ബ് കൊടുത്ത കഴിവോടുകൂടി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം മരിച്ചുപോയവരെ ജീവിപ്പിക്കുമായിരുന്നു. അള്ളാഹു നൽകിയ കഴിവാണത്. കുഷ്ഠരോഗവും പാണ്ഡുരോഗവും ഉള്ളവരെ ഞൊടിയിടയിൽ ശിഫപ്പെടുത്തുമായിരുന്നു. ഇസ്രായേലി ജനതയ്ക്ക് ഒരിക്കൽ എല്ലാവർക്കും വലിയ മാരകമായ രോഗം പിടിപെട്ടു. കുഷ്ഠരോഗവും പാണ്ഡുരോഗവും എല്ലാവർക്കുമുണ്ട്. 70,000 ആളുകൾ വീതം ഗ്രൗണ്ടുകളിൽ സമ്മേളിക്കാൻ അദ്ദേഹം ഓർഡർ ഇട്ടു. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയുകയാണ്, യാ ഹയ്യോ യാ ഖയ്യൂം ലാ മറല്ലാ ലാ മറല്ലാ യാ ഹയ്യോ യാ ഖയ്യൂം ലാ മറല്ലാ ലാ മറല്ലാ യാ ഹയ്യോ യാ ഖയ്യൂം ലാ മറല്ലാ ലാ മറല്ലാ. ഹയ്യും ഖയ്യൂമുമായ പടച്ച റബ്ബേ, നിന്നെ വേണ്ടുകയോടുകൂടി ഇവർക്ക് രോഗം വേണ്ട, രോഗം വേണ്ട. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 3 പ്രാവശ്യം പറഞ്ഞു തീരേണ്ട താമസം 70,000 ആളുകളുടെ കുഷ്ഠരോഗവും അവരുടെ സോറിയാസിസ് പോലെയുള്ള മാരകമായ രോഗങ്ങളും പരിപൂർണമായി ശിഫയാകുകയാ, പരിപൂർണമായി മാറുകയാണ്. സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ഭയങ്കര കഴിവാണ്, ഭയങ്കര കഴിവാണ്. وَأُنَبِّئُكُمْ بِمَا تَأْكُلُونَ وَمَا تَدَّخِرُونَ فِي بُيُوتِكُمْ. നിങ്ങൾ എന്താണ് കഴിച്ചിട്ടുള്ളത്, നിങ്ങളുടെ വീടിന്റെ അകത്തളത്തിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് എല്ലാം വെളിപ്പെടുത്തുമായിരുന്നു സയ്യിദുനാ ഈസാ. ഖുർആനായത്താണ് ഇതൊക്കെ കേട്ടോ, ഖുർആനായത്താണ്, ഖുർആനായത്താണ്. അപ്പൊ പിരിവൊക്കെ പിരിക്കണമെങ്കിൽ മൂപ്പര് വേണം. എൻ്റെ മുസ്ലിയാർ എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവൻ്റെ അടുത്ത് പറയാം, എടാ നീ അവിടെ റൂമിൽ അലമാരയുടെ സൈഡിൽ നിന്നെടുത്തുകൊണ്ട് സ്വർണ്ണ ബിസ്ക്കറ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടില്ല, ഹയവാനെ വിളിച്ചു ചോദിക്കും. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാകുന്ന വസ്തുക്കളെ കുറിച്ച് വിളിച്ചു പറയുവാൻ കഴിവുള്ള വ്യക്തിയാണ് സയ്യിദുനാ ഈസാ. അല്ലാഹു കൊടുത്ത കഴിവാണ്. അപ്പൊ പടച്ചറബ് കഴിവ് കൊടുത്താൽ ഔലിയാക്കൾ ഏതറ്റം വരെയും ചിന്തിക്കും, ഏതറ്റം വരെയും പോകും. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ അള്ളാഹു കൊടുത്ത കഴിവാണ്. അള്ളാഹു കൊടുത്ത കഴിവിലൂടെ തന്നെയാണ് എല്ലാവരും ഈ ലോകത്ത് മുഅ്ജിസത്തും പ്രവാചകന്മാർ കാണിച്ചിട്ടുള്ളത്, കറാമത്ത് ഔലിയാക്കൾ കാണിച്ചിട്ടുള്ളതെല്ലാം അള്ളാഹു കൊടുത്ത കഴിവിലൂടെ തന്നെയാണ്. അതാണ് നമ്മുടെ വിശ്വാസം. ആ അഖീദ നമ്മളിൽ നിന്ന് പിഴച്ചാൽ കാഫിറാകും. അഖീദ നമ്മൾ ഇത് പിഴയ്ക്കാൻ പാടില്ല. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ തന്നെയാണ് സുന്നികളുടെ വിശ്വാസം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മൾ വിളിക്കുന്നു, യാ ഗൗസ് യാ മുഹീദ്ദീൻ. അബ്ദുൽ ഖാദിർ അൽ ജീലാനി സഹായം ചോദിക്കുന്നു, നേരിട്ട് അദ്ദേഹത്തോട് ഇസ്തിഗാസ നടത്തുന്നു, അവരെ തവസ്സിലാക്കുന്നു. നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശവും ചിന്തയും എന്താ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിലൂടെ നമ്മളെ അല്ലാഹു സഹായിക്കുന്നു, അവർ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കാഫിറാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാവർക്കും അങ്ങനെയാണല്ലോ, അള്ളാഹു കൊടുത്ത കഴിവിലൂടെയാണ് സഹായിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നതും. അങ്ങനെ തന്നെ ആകണം നമ്മുടെ ഈമാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അള്ളാഹു കൊടുത്ത കഴിവ് കൊടുത്തിട്ടും അങ്ങനെയൊന്നും സഹായിക്കില്ല എന്ന് വാദിക്കുന്നവർ ബിദ്അത്തിന്റെ ആളുകളാണ്, ലലാലത്തിന്റെ വക്താക്കളാണ്. അള്ളാഹു അവരിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ സന്താന പരമ്പരകളെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
പറഞ്ഞു വന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ രീതിയിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് നൽകിയിട്ടും മരിച്ചുപോയവരെ ജീവിപ്പിക്കാൻ കഴിവുണ്ട്. പാണ്ടുള്ളവരെ, കുഷ്ഠരോഗമുള്ളവരെ, സോറിയാസിസ് പോലെയുള്ള മാരകമായ രോഗങ്ങളുള്ള ആളുകൾക്ക് ശിഫ കൊടുക്കാൻ കഴിവുണ്ടായിട്ടും വീട്ടിലിരിക്കുന്ന വസ്തുക്കളെ കുറിച്ച് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിവുണ്ടായിട്ടും മനുഷ്യ നീ കഴിച്ചിരിക്കുന്ന വസ്തുക്കൾ ഇന്നതല്ലേ എന്ന് അവന്റെ ബോഡി നോക്കിയിട്ട് പറയാൻ കഴിവുണ്ടായിട്ടും ഈസാ നബി അല്ലാഹു നിയോഗിച്ചത് ഇസ്രായേലി ജനതയിലേക്ക് മാത്രമായിട്ടാണ് അദ്ദേഹത്തെ നിയോഗിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ കഴിവൊന്നും അപ്പൊ നമ്മുടെ നബിക്കില്ലേ എന്നാരും ചിന്തിക്കണ്ട. നബിക്ക് ഇതിനേക്കാൾ വലിയ കഴിവാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഷ്ഠരോഗമല്ലേ മാറ്റിയത്, ഇവിടെ അതിനേക്കാൾ വലിയ കഴിവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഒരു പ്രവാചകൻ ഇങ്ങനെ താഴ്ത്തല്ലോ. ഖുർആൻ ചില പ്രവാചകരെ മറ്റു ചിലരേക്കാൾ അല്ലാഹു ശ്രേഷ്ഠതവൽക്കരിച്ചിട്ടുണ്ട്. ആ ശ്രേഷ്ഠത നമ്മളങ്ങ് എടുത്തു പറയുന്നു എന്ന് മാത്രം. അത് പറഞ്ഞേ പറ്റൂ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തിയതല്ലയോ, തിൽക റൂസുലു ഫളലനാ ബഅദഹും അലാ ബഅദ്. ചില പ്രവാചകരെ മറ്റു ചിലരേക്കാൾ അല്ലാഹു ശ്രേഷ്ഠതവൽക്കരിച്ചിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ലോകത്തിന്റെ ഏറ്റവും മുത്താൻ, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണദൂതരാണ്. ആ പ്രവാചകരുടെ ചരിത്രം പഠിക്കണേ. സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിദാ ശത്രുക്കൾ വെട്ടുകയാണ്. അദ്ദേഹത്തിന്റെ കൈ അറ്റുപോവുകയാണ്. നിലത്ത് കിടക്കുന്ന കൈയെടുത്തുകൊണ്ട് സ്വഹാബത്ത് അദ്ദേഹത്തെയും തോളിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയ സലമ ചോദിക്കുന്നു, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? കൂട്ടുകാര് പറയുന്നു, എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്? സലമ നീ പറയണേ. ശത്രുക്കളുടെ രണഭൂമിയിൽ വെട്ടിയെടുത്ത കൈ സ്വഹാബത്തൊരു കൈയിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈയിലൂടെ രക്തം ചീന്തുകയാണ്, രക്തമൊലിക്കുകയാണ്. സലമ പറയുകയാണ്, എന്നെ കൊണ്ടുപോകേണ്ടത് എന്റെ ഏറ്റവും വലിയ സ്നേഹബാധനമായ കാരുണ്യത്തിന്റെ തിരുദൂതരായ ഹബീബായ റസൂലുള്ളാഹി. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ചതായ ഹബീബായ റസൂലുള്ളാഹി. അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബായ റസൂലുള്ളാഹി. ആ പ്രവാചകന്റെ ചാരത്തേക്ക് എന്നെ കൊണ്ടുപോകണേ. സ്വഹാബത്ത് നബി തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. സലമ നബി തങ്ങളുടെ മുന്നിലെത്തിക്കൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, എന്റെ കൈ ശത്രുക്കൾ വെട്ടിയെടുത്തു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സലമയോട് പറയുകയാണ്, സലമ ഇൻ ശിഅത സബറത അലൈഹി ഫലകൽ ജന്ന. നിന്റെ കൈ എന്ന് പോയതിൽ നീ വിഷമിക്കണ്ട സലമ. ശത്രുക്കളാണ് വെട്ടിയെടുത്തിട്ടുള്ളത്, കുഫാറുകളാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. ഇസ്ലാമിന്റെ തൗഹീദിന്റെ ശത്രുക്കളാണ്. നീ വിഷമിക്കണ്ട സലമ. നിനക്ക് സ്വർഗമാണ്. നീ ഒന്ന് ശമിച്ചാൽ സ്വർഗമാണ്. നിന്റെ കൈ ദീനിന്റെ മാർഗത്തിൽ ഷഹീദാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സലമയോട് പറഞ്ഞപ്പോ സലമ പറയുകയാണ്, നബിയേ എനിക്കെന്റെ കൈ പൂർവാധികം ഭംഗിയാക്കി തരണേ നബിയേ. എന്റെ കൈ ഷഹീദാകുന്നതിനെയുള്ളതാകുന്ന മോശത്തരത്തെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനെ ഷഹീദാകുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇതേ യുദ്ധത്തിൽ തന്നെ എന്റെ ഈ കൈ കൊണ്ട് തന്നെ വാള് പിടിച്ച് എനിക്കൊന്ന് യുദ്ധം ചെയ്യണേ റസൂലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅദ്ഖല സബ്ബാബതഹു ഫീ ഫമിഹി. സ്വഹീഹുൽ ബുഖാരിയിലെയോ സഹോദരാ, അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സ്വഹീഹുൽ ബുഖാരി. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരി അല്ലയോ? ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി അല്ലയോ? അതിൽ രേഖപ്പെടുത്തിയ ഹദീസ് അല്ലയോ? സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹുവിന്റെ കൈ റസൂലുള്ളാഹി ശരിയാക്കി കൊടുക്കുകയാണ്. ഏറ്റവും വലിയ ഡോക്ടറാണ്,
ഇത് കുഷ്ഠരോഗമല്ല, മാറാവ്യാധിയല്ല, ഇത് സോറിയാസിസ് അല്ല. അറ്റുപോയതാകുന്ന കൈ, പരിപൂർണമായി അറ്റുപോയതാകുന്ന കൈ, അവന്റെ എല്ലുകളിൽ നിന്ന്, അവന്റേതാകുന്ന സന്ധികളിൽ നിന്ന്, അവന്റേതാകുന്ന നരമ്പുകളിൽ നിന്ന് പരിപൂർണമായി അറ്റുപോയതാകുന്ന കൈ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ചെടുത്തുകൊണ്ട് കൈ അങ്ങോട്ട് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് തന്നെ വലത് കൈ ഇതാ വായിലേക്ക് പ്രവേശിപ്പിക്കുകയാ. അതിന്റെ വിരല് പ്രവേശിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉമനീരിതാ പുറത്തെടുക്കുകയാണ്. തന്റെ വായിൽ നിന്ന് ഉമനീര് നബി തങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. പഠിച്ചു വെക്കണേ സുന്നികളെ, പഠിച്ചു വെക്കണേ മുസ്ലിമീങ്ങളെ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ സലമയുടെ കൈയുടെ മുറിവിന്റെ ഭാഗത്ത് പരിപൂർണമായി തേച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സലമയുടെ കൈ പൂർവാധികം ഭംഗിയാകുകയാണ്. രക്തം ഓടുകയാണ്, സെക്കൻഡുകൾ കുടയിൽ രക്തം ഓടുകയാണ്. കൈ നല്ലതുപോലെ പൂർവാധികം ഭംഗിയായപ്പോ സലമ ചാടിയിറങ്ങുകയാണ്. നബി തങ്ങളോട് സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. അതേ യുദ്ധത്തിൽ തന്നെ വാൾ ആ കൈ കൊണ്ട് പിടിക്കുകയാണ്. യുദ്ധം ചെയ്യുകയാണ്, ശത്രുക്കളോട് പോരാടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്തായി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അബൂലുഅത്തിന്റെ കുത്തുകൊണ്ട് വഫാത്തായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു തആല അൻഹു മാനവാവന റസൂലുള്ളാഹി വഫാത്തായതാകുന്ന മദീന മുനവ്വറയിൽ നിന്ന് യാത്ര ചോദിക്കുകയാണ്. എനിക്കെന്റെ നബി തങ്ങളില്ലാത്ത മദീനയിൽ നിൽക്കാൻ മാനസികമായ പ്രയാസമാണ്. യാത്ര ചോദിച്ചതാകുന്ന സലമ നേരെ പോകുന്നത് ഇറാഖിലേക്കാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ അവസാനമായി കൊണ്ടുവരികയാണ്. വകാന അന്നാസു യുസാഫിറൂന അലൈഹാ, റബദ എന്ന് പറയുന്ന ഇറാഖിലെ സ്ഥലത്തേക്ക് ജനങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു. എന്തിനെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ശറഫാക്കപ്പെട്ട ഉമനീര് പുറത്തെടുത്തുകൊണ്ട് സലമത്ത് ബിനുൽ അക്വഇന്റെ മുറിവിലേക്ക് തേച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ ശിഫപ്പെടുത്തിയതൊന്ന് കാണാൻ, അദ്ദേഹത്തിന്റെ കൈയൊന്ന് കാണാൻ വേണ്ടി ഇറാഖിലെ റബദയിലേക്ക് സ്വഹാബത്ത് യാത്ര പോവുകയാണ്. അവിടേക്ക് ചെല്ലുകയാണ്. സലമയുടെ കൈതാ പൊക്കിയെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ കരം പിടിച്ച് ചുംബിക്കുകയാണ്. സന്തോഷത്തോടുകൂടി അവരിതാ തിരിച്ചു വരികയാണ് എന്ന് സ്വഹീഹുൽ ബുഖാരി. പഠിച്ചു വെക്കണേ മുസ്ലിമേ, പഠിച്ചു വെക്കണേ ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടറാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, നമ്മുടെ സ്വതക്കകളെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ, ആബിദീങ്ങളിൽ, ഹാഫിദീങ്ങളിൽ ചേർത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാനുഭാവന്റെ പൊരുത്തം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ശംസുൽ ഉലമാ ഇ കെ അബൂബക്കർ ഉസ്താദ് അല്ലാഹുവരുടെ ദറജ ഉയർത്തട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന ഉസ്താദുമാര്, സമസ്തയുടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ, ഇന്ന് കേരളക്കര മുഴുവനും അംഗീകരിച്ചതാകുന്ന വിലായത്തിന്റെ മർത്തബയിലെത്തിയ CM വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അവരൊക്കെ വന്ന് സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്ന മഖാമിന്റെ പരിസരത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അവരൊക്കെ ഒരു സ്ഥലത്ത് വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു സനദിന്റെ ആവശ്യം നമുക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അവരൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ സമുദായത്തിന്, കാരണം അവരുടെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിതം അത്രത്തോളം സസൂക്ഷ്മമായി ജനങ്ങൾ കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്തതാകുന്ന ഒരു തലമുറയാണ് ഇവിടെ ഉള്ളത്. അവരൊരു സ്ഥലത്ത് വന്ന് സിയാറത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ സനത് അന്വേഷിക്കേണ്ട കാര്യം മുസ്ലിം സമുദായത്തിനില്ല. അത് മനസ്സിലായിക്കോട്ടെ. അത് ഏത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ പറഞ്ഞാലും, ഏത് വിദഅത്തിന്റെ ആളുകൾ എത്ര കിടന്ന് കുരച്ചാലും അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അവരാണ് ഏറ്റവും വലിയ സനത്. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ശർഹുൽ മുഹദ്ദബിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്ന ഒരു വാക്കുണ്ട്, അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതിദി ലാ മിൻ ബുതൂനിൽ കുതുബി എന്ന മഹാനവറുകൾ പറയാണ്.
ഇൽമ പിടിക്കേണ്ടത് ഉസ്താദുമാരുടെ വായിൽ നിന്നാണ്. കാരണം അംബിയാ മുർസലുകളുടെ അനന്തരാവകാശികളാണ് അവർ. ഞാൻ ഉസ്താദ് എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത്, മറിച്ച് നമുക്ക് നമ്മുടെ സമുന്നതനായ മുൻകഴിഞ്ഞു പോയ ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവർ ഈ കിടക്കുന്നത് ഒരു സാധാരണക്കാരനല്ല, വലിയ മഹാനുഭാവനാണ് എന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിൽ അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി, ഉസ്താദുമാരുടെ വായിൽ നിന്ന് വീഴുന്ന മുത്തുമണികളാണ് ഇൽമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാമിൻ ബുതൂനിൽ കുതുബി, കിതാബിന്റെ അകത്തളങ്ങളിൽ ഉള്ളതാകുന്ന വരികളിലേക്ക് നോക്കിയല്ല നിങ്ങൾ ഇൽമ കരഗതമാക്കേണ്ടത്. അർത്ഥം വെച്ചാൽ ഒരു വശം പിഴച്ചു പോകും, ഉസ്താദിന്റെ വാ ഒരിക്കലും പിഴക്കൂല. അതാണ് മനസ്സിലാക്കേണ്ടത്. നബി മുഹമ്മദ് തങ്ങൾ അത് പറഞ്ഞ ആ വാക്കായിക്കോട്ടെ. ഇമാം നബി തങ്ങൾ ആരാൻ? വലിയുല്ലാഹി ബിലാ നിസാ, അല്ലാഹുവിന്റെ വലിയാണെന്നതിൽ തർക്കമില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫത്തുൽ മുഹ്താദിന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തി വെച്ച ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ളയുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമിൽ മക്കി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥം, ഷാഫി മദ്ഹബിലെ 10 വാല്യമുള്ളതാകുന്ന ഗ്രന്ഥം തുഹ്ഫ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം. ആ തുഹ്ഫയുടെ തുടക്കത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കാൻ ഇമാം നബവി തങ്ങൾ അദ്ദേഹത്തിന്റെ മിൻഹാജിനെ ശറഹ് എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നു, വലിയുല്ലാഹി ബിലാ നിസാ ആണ് ഇദ്ദേഹം. അഥവാ അള്ളാഹുവിന്റെ വലിയാണെന്നതിൽ ആർക്കും തർക്കമില്ലാത്ത വ്യക്തിയാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ ലോകം മുഴുവനും അംഗീകരിച്ച രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി തങ്ങൾ പറയുന്നു, അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബി. ഇൽമ പിടിക്കേണ്ടത് ഉസ്താദുമാരുടെ വായ്ക്കൽ നിന്നാണ്. ഉലമാക്കൾ, പണ്ഡിതന്മാർ അവർ പറഞ്ഞത് നമ്മൾ അക്ഷരം പ്രതി ജീവിതത്തിൽ കൊണ്ടുവരിക. അതുകൊണ്ട് ഒരിക്കലും ഇന്ന് വരെ പാഴായ ചരിത്രമില്ല, ഇന്ന് വരെ നമ്മുടെ ഈമാൻ തെറ്റിപ്പോയിട്ടുമില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മുടെ മഹോന്നതരായ ഉസ്താദുമാരുടെ പിന്നിൽ അടിനിരക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീനൊരു കട്ടിയില്ലാത്തത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നിയ്യത്തുകൾ അള്ളാഹു സാധൂകരിച്ചു തരട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി തരട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചുരുക്കത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ് അള്ളാഹു ലോക ജനതയിലേക്ക് മുഴുവനും നിയോഗിച്ചിട്ടുള്ളത്. എത്ര പ്രവാചകന്മാരെ പറഞ്ഞു, അവരെ ആരെയും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലേക്ക് മുഴുവനുമായി നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റോൾ മോഡലായി തീർന്നത്. സ്വഹാബത്തിൽ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. വലിയ സഹാബിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് മുത്തബിഉസ് സുന്ന എന്നാണ്. ചരിത്രത്തിൽ അദ്ദേഹത്തെ ഉലമാക്കൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. മുത്തബിഉസ് സുന്ന എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ പരിപൂർണമായി ജീവിതത്തിൽ കൊണ്ടുവന്ന വ്യക്തി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകളുണ്ടോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിപൂർണമായി പകർത്തി എഴുതിയ വ്യക്തിയാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ആരോ വന്ന് പറയുകയാണ്, കഅബ ഇദാ തുറന്നിരിക്കുകയാണ്. ആ കഅബയ്ക്കുള്ളിൽ പ്രവാചകൻ നിസ്കരിക്കുകയാണ്. കഅബയുടെ വെളിയിലല്ല, കഅബയ്ക്ക് ഉള്ളിൽ നബിതങ്ങൾ കയറി, അതിനുള്ളിൽ നബിതങ്ങൾ നിസ്കരിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കലേക്ക് എത്തുമ്പോ കഅബ അടക്കാൻ തുനിയുകയാണ്. ഓടി വരുകയാണ്. അദ്ദേഹം അനുയായികളോട് ചോദിച്ച്, എവിടെയാണ് എന്റെ മുത്തു റസൂൽ നിസ്കരിച്ചത്? കാണിച്ചു കൊടുക്കുന്നു. അക്കാണുന്ന 2 തൂണുകൾക്കിടയിലാണ്. കഅബയ്ക്കുള്ളിൽ 3 തൂണുകളുണ്ടത്രേ. ആ തൂണുകൾക്കുള്ളിൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ നബിതങ്ങൾ നിസ്കരിച്ചതിന് പ്രകാരം ഏത് രീതിയിൽ നിസ്കരിച്ചോ, എവിടെ നിന്നോ, എങ്ങോട്ട് തിരിഞ്ഞു നിന്നോ, കഅബയ്ക്കുള്ളിൽ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞോ അതേപോലെ തന്നെ നിസ്കരിച്ചു എന്ന് സ്വഹീഹുൽ ബുഖാരി. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി എന്ത് ചെയ്തോ അതേപോലെ ജീവിതത്തിൽ ചെയ്യും. നബി എവിടെ കടന്നിട്ടുണ്ട് അവിടെ കടക്കാൻ ശ്രമിക്കും. നബി എവിടെ ഇരുന്നിട്ടുണ്ട് അവിടെ ഇരിക്കാൻ ശ്രമിക്കും. നബി തങ്ങൾ എന്തിനെ ബഹുമാനിച്ചോ അതേപോലെ ചെയ്യാൻ ശ്രമിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ മുടി ചീകി, എങ്ങനെ മുടി വെട്ടി? മുടി ചീകുമ്പോൾ ഏത് ഭാഗം കൊണ്ടാണ് ചെയ്യേണ്ടത്? വലതുവശം കൊണ്ടാണ് ചെയ്യേണ്ടത്. മുടി വെട്ടുമ്പോഴോ വലതു ഭാഗം കൊണ്ടാണ് തുടങ്ങേണ്ടത്. മുടി വെട്ടുകാരനെ കടയിൽ പോയിരിക്കാൻ, അവൻ ഇടതുവശത്തൊന്നും തുടങ്ങാറ് അവനറിയില്ല. അപ്പോൾ വിളിച്ചിട്ട് പറയും, മോനെ ഇങ്ങ് വാ, പുറത്തു വാ, പടച്ചോങ്കത്ത് കാശ് തരുന്നതല്ലേ, പറയുന്ന പോലെ ചെയ്താൽ ഇവിടുന്ന് വെട്ടിക്കും, ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അവനോടെ കൊണ്ട് വലതുവശത്ത് വെട്ടിക്കണം. നമ്മൾ സുന്നത്ത് അവനോട് എങ്ങനെ പറയും അത് ഓർക്കണ്ട. അവനെ വിളിച്ചിട്ട് പറയും, ഇവിടുന്ന് വെട്ടതാ, ഇവിടുന്ന് തുടങ്ങും. അങ്ങനെ 2 പ്രാവശ്യം നീ പറഞ്ഞാൽ മതി, പിന്നെ നിന്നെ അവിടുന്നേ തുടങ്ങുള്ളൂ. കാരണം അവന് മനസ്സിലായി ഇവൻ ഇല്ലെങ്കിൽ എല്ലാ പ്രശ്നക്കാരല്ല. വലതുവശത്തു നിന്ന് തന്നെ വെട്ടിക്കുക, വലതു ഭാഗത്ത് തന്നെ ചെയ്യുക, മുടി ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നന്മയുള്ള കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതു ഭാഗം മുന്തിക്കുമായിരുന്നു. വലതിനെ മുന്തിക്കും. ആൾക്കാർക്ക് ഷെയ്ക്കാൻ കൊടുക്കുമ്പോൾ വലത് കൈ. മുടി ചീകുമ്പോൾ ഇരുന്നു കൊണ്ട് ചീകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഒരമാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ടത്. ഒരു വ്യക്തിക്ക് മനക്ലേശവും മനപ്രയാസവും എപ്പോഴും കൂടപ്പിറപ്പാകും അവൻ ഇരുന്നു കൊണ്ട് മുടി ചീകിയിട്ടില്ല എങ്കിൽ. നമ്മളൊക്കെ എന്ത് ചെയ്യാ? അലമാരിക്ക് മുന്നിൽ പോയിട്ട് നിന്നാ ചെയ്യുക അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? പുരുഷന്മാരെല്ലാവരും. പെണ്ണുങ്ങൾ പറയുന്നുണ്ടാവും, ഞങ്ങൾ ഇരുന്നാ ചീകറ്. എവിടെ പോയി ഇരിക്കുന്നത്? അടുക്കള വാതിലില്. അല്ലാതെ ദാരിദ്ര്യം കൊണ്ട് കൊലം മുടിയും. അള്ളാഹു ആക്കട്ടെ. വാതിൽപ്പടിയിൽ ഇരിക്കാനും പാടില്ല. വാതിൽപ്പടിക്കല് ചീകാൻ വേണ്ടിയല്ല, അല്ലാതെയും ഇരിക്കാൻ പാടില്ല. വാതിൽപ്പടിയിൽ, അടുക്കള വാതിലാകട്ടെ, ഏത് വീടിന്റെ വാതിൽപ്പടിയാകട്ടെ, അവിടെ ഇരിക്കാൻ പാടില്ല. ദാരിദ്ര്യം ഉണ്ടാകും. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബിയുടെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവന്ന് നോക്ക്. സാമ്പത്തിക ഭദ്രതയുണ്ടാകും, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും, മനക്ലേശങ്ങളിൽ നമ്മൾ ഒഴിയും. എന്തുകൊണ്ടാണ്? നമുക്ക് മനസ്സിന് എപ്പോഴും ഒരു പ്രയാസം. എല്ലാം ഉണ്ട്, സന്തോഷമുണ്ട്, നല്ല കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്, ഒരു വശം പ്രവാസിയായിരിക്കും, കടകളുണ്ട്, എല്ലാ ജീവിതത്തിലും റാഹത്തായിരിക്കും. പക്ഷെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, മനസ്സിനൊരു റാഹത്ത് പടച്ചോൻ തരുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ടാ? നീ നിന്നുകൊണ്ട് മുടി ചീകിയാൽ അത് ഇലാ യൗമിൽ ഖിയാമ നീണ്ടു നിൽക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിന്നുകൊണ്ട് മുടി ചീകാൻ പാടില്ല, ഇരിക്കണം. കസേരയിൽ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് വേണം ചെയ്യാൻ. അതൊക്കെ ഇനി പാടല്ലോ ഉസ്താദ്, തുടങ്ങി. നാളെ മുതൽ തുടങ്ങിക്കോ. മനക്ലേശം ഒഴിയും. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കി, ഒരു 10 ദിവസം അങ്ങനെ ചെയ്തു നോക്കിയിട്ട് പറയുന്നു. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇരുന്നു കൊണ്ട് മുടി ചെയ്യുക. ഭാര്യയുടെ ഒക്കെ മുടി ചീകി കൊടുക്കുക. നമ്മൾ വിളിച്ചിരുത്തിയിട്ട് ഒരു കസേര ഇരുത്തിയിട്ട് യാ അല്ലാഹ് വാ മുടി ചീകി കൊടുക്കുക. ഇന്ന് കുടുംബജീവിതമൊക്കെ തകരുന്നത് എന്തുകൊണ്ടാ? ഉസ്താദേ 40 വയസ്സുള്ളതാകുന്ന സ്ത്രീകൾ ഇവിടെ ഒളിച്ചോടി പോകുന്നു. ഒന്ന് വാതിലൊക്കെ ഒന്ന് പറഞ്ഞ് നരകമൊക്കെ പറഞ്ഞ് ഒന്ന് പേടിപ്പിച്ചു വിട്ടേക്ക്. ചിലര് പറയുന്ന ഡയലോഗാ. എടാ, ഒളിച്ചോടാൻ കാരണം എന്താ? നീ കൊടുക്കേണ്ട സ്നേഹം നല്ല രീതിയിൽ കൊടുക്കാത്തത് കൊണ്ടാണ്. ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്, അതിലൊന്നും കാര്യമില്ല. നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പ്രവാചകൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല എന്ന് പറയാൻ, കുന്തു സാബിഖുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ അദുവി, ഞാനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞങ്ങളുടേതാകുന്ന ചെറിയ സ്ഥലത്ത് ചാട്ട മത്സരം നടത്താറുണ്ടായിരുന്നു, ഓട്ട മത്സരം നടത്താറുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുമായി ഇത്തരത്തിലുള്ള കളിതമാശകളിൽ നമ്മൾ എപ്പോഴെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടോ? വിവാഹം കഴിഞ്ഞതാകുന്ന ആദ്യ ദിനരാത്രങ്ങളിൽ പരസ്പരം ഫോൺ വിളികളോടെ ഫോൺ വിളി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളി, ജോലി സ്ഥലത്ത് പോയാലും ഗൾഫിൽ പോയാലും IMOയിലൂടെ ചാറ്റിംഗ്, അല്ലാതെയും വിളി, വാട്സാപ്പിലും വിളി. എല്ലാ നിലയ്ക്കും ഭാര്യയുമായി വലിയ സ്നേഹം പങ്കിടുന്നവൻ 2-3 മക്കളാകുമ്പോൾ, വർഷങ്ങൾ 2-3 കഴിയുമ്പോൾ അറിയാതെ അവന്റെ സ്നേഹം കുറഞ്ഞു വരുന്നത് പാവപ്പെട്ട ഭർത്താവ് അറിയുന്നില്ല. അവന്റെ വിളികൾ കുറയുകയാണ്. അഥവാ ഭാര്യ അവനെ ഒന്ന് വിളിച്ചാൽ ജോലി തിരക്കാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം. 1 മിനിറ്റ് പോലും അവരുടെ വിഷമങ്ങളും വ്യതകളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് 5 മിനിറ്റ് അവളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകാത്ത ചെറുപ്പക്കാരുള്ള കാലഘട്ടം. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാൻ, ഞാനും പ്രവാചകരും ഞങ്ങളുടെ വീടിന്റെ വളപ്പിൽ ചെറിയതാകുന്ന ആ സ്ഥലത്ത് ചാട്ട മത്സരം നടത്താറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാകുന്ന ആയിഷ ബീവിയുമായി ഓട്ട മത്സരം നടത്തി. അന്ന് എനിക്ക് പനിയായിരുന്നു. ആയിഷ ബീവി എന്നെ മികച്ചു, അഥവാ ആയിഷ ബീവി ജയിച്ചു. ഞാൻ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ ഒരു കടം വച്ചിരിക്കുകയാണ്, അടുത്ത പ്രാവശ്യം നിന്നെ ഞാൻ ജയിച്ചെടുക്കും. പിന്നീട് എനിക്ക് നല്ല സുഖംപ്പെട്ടപ്പോ, അസുഖം മാറിയ സമയത്ത്, പനി മാറിയ സമയത്ത് ഞാൻ ആയിഷ ബീവി വീണ്ടും വിളിച്ചു. ഞാൻ ആരോഗ്യവാനാണ്. അന്ന് ഞാൻ ആയിഷ ബീവി ഓടി തോൽപ്പിച്ചു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇതുപോലെ ഒരു ഓട്ട മത്സരം നടത്തിയിട്ടുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ട് നാളെ ഇതിലെ കടന്ന് ഓടണ്ട. ഇന്നിപ്പോ റാലിയെ കഴിഞ്ഞ ആൾക്കാർക്ക് സുഖമില്ലാത്തവർ, കെട്ടിയവരും ഉസ്താദ് പറഞ്ഞായിരുന്നു ഭയങ്കര ഹൈ ജമ്പ്. നമുക്ക് വീട്ടിലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുള്ള കാര്യമാണ്. ഇനി ഇത് മാത്രമല്ലല്ലോ, വേറെന്തൊക്കെ ചെസ് കളിക്കാം, നമ്മുടെ ബുദ്ധി വികാസനം വരുത്തുന്ന എന്തൊക്കെ കാര്യങ്ങൾ. ഒരു ക്വിസ് മത്സരം നടത്താം.
ഇന്നത്തെ ദിവസം നമുക്ക് നബിയുടെ മക്കളെ കുറിച്ച് പഠിക്കാം. പുസ്തകം കൊടുക്കാണ് ഭാര്യയ്ക്ക്, നീയും പഠിച്ചോ. നബിയുടെ ഭാര്യമാർ എത്ര പേര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, നബിതങ്ങൾ മരണപ്പെട്ട സമയത്ത്, വഫാത്തായ സമയത്ത് എത്ര ഭാര്യമാർ ജീവിച്ചിരുന്നു, അവരുടെ പേരുകൾ എന്തൊക്കെ, നബിയുടെ മക്കളുടെ പേര് എന്തൊക്കെ. ഒരു കിസ് മത്സരം വീട്ടിലുണ്ടാകട്ടെ. സ്വഹാബത്തിൽ 10 പേര് സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിതങ്ങൾ പറഞ്ഞ സ്വഹാബത്ത് ആരൊക്കെ, അവരുടെ പേരെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളുടെ പേരെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളിൽ തന്നെ ത്വലാഖ് ചെല്ലപ്പെട്ടതാകുന്ന സ്ത്രീകൾ ആരൊക്കെ, എന്തിന്റെ പേരിൽ, ആരെയാണ് അവർ വിവാഹം കഴിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിസ് മത്സരങ്ങൾ ഏർപ്പെടാനുണ്ട്. അങ്ങനെ കിസിന്റെ പുസ്തകം വാങ്ങി പരസ്പരം ദീൻ പഠിച്ചുകൊണ്ട് മത്സരിക്കട്ടെ. വേണ്ട, നിനക്ക് അതൊന്നും ഇഷ്ടമല്ല, നിനക്ക് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്നേഹം പിടിച്ചു പറ്റണം, എന്നാൽ അടുക്കളയിലേക്കൊന്ന് കയറി അവളുമായി കുറച്ച് സമയം നീ അവിടെ ചെലവഴിക്കും. അതെ, ഞങ്ങൾ നല്ലതുപോലെ ചെലവഴിക്കുന്നുണ്ട്. 3 നേരം ഞണ്ണെന്ന കാര്യമല്ല ഈ പറയുന്നത്, കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് അടുക്കളയിൽ കയറിയിരിക്കുന്ന കാര്യമല്ല. അതല്ല, അവളുമായി സമയം ചെലവഴിക്കണം. ഈ ഒളിച്ചോട്ടങ്ങളൊക്കെ കൂടാനുള്ള കാരണങ്ങൾ എവിടെ നിന്ന്, അതിന്റെ പിന്നാമ്പുറം അന്വേഷിക്കുമ്പോ നമ്മൾ കൊടുക്കേണ്ട സ്നേഹം മറന്നു പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അശുദ്ധിയുള്ള സമയത്ത് തലമുടി ഒന്ന് ചീകി കൊടുത്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ചീകിയിട്ടുണ്ട്. ആയിഷ ബി പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന പ്രവാചകൻ എന്റെ തലമുടി ചീകി തന്നിട്ടുണ്ട്. എന്നല്ല, ഹൈള് വന്ന സമയത്ത്, എനിക്ക് അശുദ്ധി രക്തം പുറപ്പെടുന്ന സമയത്ത് എന്നോടൊപ്പം ഒരു പുതപ്പിൻ കീഴിൽ നബിതങ്ങൾ എന്റെ ചാരത്ത് കിടന്നിട്ടുണ്ട്, എന്നെ ചുംബിച്ചിട്ടുണ്ട്. ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനല്ല നബിതങ്ങൾ കിടക്കുന്നത്, മറിച്ച് എന്റെ മനസ്സിനൊരു തണുപ്പേകാൻ, എനിക്ക് അശുദ്ധിയുള്ള സമയത്ത് പോലും എനിക്കൊരു സാന്ത്വനത്തിന്റെ സ്പർശനം നൽകി പ്രവാചകൻ എന്റെ ചാരത്തി എപ്പോഴും ഉണ്ടായിരുന്നു. സ്നേഹം നമ്മുടെ വീടുകളിൽ നിന്ന് ശരിക്ക് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മടിയിൽ വെച്ചുകൊണ്ട് ചുംബിക്കുന്നത് കണ്ടപ്പോൾ കാട്ടറബിയായ ഒരു മനുഷ്യൻ ചോദിച്ചു വന്നാണ്, കുട്ടികളെ ചുംബിക്കുകയോ? നബി തങ്ങൾ കൊടുത്ത മറുപടി, ഇന്നഹു ലാ യർഹം വലാ യുർഹം, കരുണ ചെയ്യാത്തവൻ അല്ലാഹു കരുണ ചെയ്യുകയില്ല എന്നുള്ള വാക്യമാണ്. നിങ്ങൾക്കറിയില്ലേ അന്നപൂർണാദേവി അറിയില്ലേ? അന്നപൂർണാദേവി അറിയില്ലേ? കഴിഞ്ഞ മാസം ഒക്ടോബർ 13-ാം തീയതി ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയതാകുന്ന പത്മഭൂഷൺ വാങ്ങിച്ച ഒരു സ്ത്രീയാണ് അന്നപൂർണാദേവി. റോഷിന സംഗീതജ്ഞയായിരുന്നു. ഹിന്ദുസ്ഥാനും ഒരുമിച്ചിരുന്നു കൊണ്ട് പാട്ട് പഠിച്ച് വളർന്നു വലുതായി നല്ല പാട്ടുകാരിയായി റോഷിന ഖാൻ എന്ന പെണ്ണ് മാറി നല്ല പാട്ടുകാരനായി ഗുരുവിന്റെ ഏറ്റവും വലിയതാകുന്ന ഏറ്റവും അരുമ ശിഷ്യനായി ഇഷ്ടപ്പെട്ട ശിഷ്യനായി മാറി രവിശങ്കർ എന്ന് പറയുന്ന പയ്യൻ. രവിശങ്കറിന്റെ മനസ്സിന്റെ അകത്തലങ്ങളിൽ ഒരു സ്നേഹം ഒട്ടിട്ട് വളർന്നു. അദ്ദേഹത്തിന്റെ അലാവുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന ഗുരുവിന്റെ മകളാകുന്ന മുസ്ലിമാകുന്ന പെൺകുട്ടിയോടുള്ള സ്നേഹം റോഷിന ഖാനിനോട് അവളുടെ കണ്ണുകൾ കണ്ടപ്പോ, ഇടക്കണ്ണെറിയുന്ന അവളുടെ കണ്ണുകൾ കണ്ടപ്പോ, പരസ്പരം ഒരുമിച്ചിരുന്നു കൊണ്ട് പഠിക്കുമ്പോഴും അവന്റെ മനസ്സിന്റെ അകത്തലങ്ങളിലുള്ള സ്നേഹം എന്തെങ്കിലും ഈ സൗന്ദര്യത്തിന്റെ താരകമാകുന്ന ഇദ്ദേഹത്തിന്റെ മകളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നുള്ള ചിന്തയാണ്. ഇന്നും സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പൊക്കിൾ കുഴിയുടെ ആകാര സൂക്ഷ്മം കാണാൻ വേണ്ടി കോളേജ് തലത്തിലേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുള്ള ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നതാകുന്ന ടീച്ചറെ പോലും പ്രണയിക്കണമെന്നുള്ള ആശ സ്ത്രീകതരങ്ങൾക്ക് നൽകുകയും അത്തരത്തിലുള്ളതാകുന്ന സിനിമകൾ ഈ ലോകത്ത് സംവിധാനിക്കുകയും ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്യുന്നതാകുന്ന ഈ കാലഘട്ടത്തിൽ തന്നോടൊപ്പം പഠിക്കുന്ന സഹപാഠികളാകുന്ന സ്ത്രീകളെ റേപ്പ് ചെയ്യാൻ മടിയില്ലാത്തതാകുന്ന ചെറുപ്പക്കാരുള്ളതാകുന്ന കാലഘട്ടത്തിൽ വളരെയേറെ പ്രശസ്തമാണ് ഈ ചരിത്രം. അവസാനം റോഷിന ഖാൻ എന്ന് പറയുന്ന മുസ്ലിം പെണ്ണിനോട് രവിശങ്കർ എന്ന് പറയുന്ന സഹപാഠിയായ സുഹൃത്ത് സ്നേഹം വിളിച്ചു പറയുകയാണ്. അപ്പോഴാണ് അവളും പറയുന്നത്, എനിക്കും നിന്നോടൊരു സ്നേഹമുണ്ട്, പക്ഷേ നീ എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ, നിന്നോട് എനിക്ക് പ്രണയമാണ്, വിവാഹം കഴിക്കണമെങ്കിൽ നീ എൻ്റെ മതത്തിലേക്ക് വരണം. റോഷിന ഖാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് സമ്മതമല്ല. അവസാനം അവന്റെ മതത്തിലേക്ക്, അഥവാ ഹൈന്ദവ മതത്തിലേക്ക് മുസ്ലിമത്താകുന്ന റോഷിന ഖാൻ എന്ന് പറയുന്ന പെണ്ണ് മതം മാറി അന്നപൂർണ ദേവി എന്ന പേരവർ സ്വീകരിച്ചു. ആ പേരിൽ തന്നെ അവർ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. 92-ാമത്തെ വയസ്സിലാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ 13-ന് അവർ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. ഞാൻ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാകുന്ന അവരുടെ ചരിത്രം പത്രത്താളുകൾ രേഖപ്പെടുത്താൻ അവസാനം രവിശങ്കറിനോടൊപ്പമുള്ള ജീവിതം കുറഞ്ഞ നാളുകളേ ഉള്ളൂ. അവൾ നല്ല സംഗീതജ്ഞയാണ്, പക്ഷെ പത്മഭൂഷൺ വാങ്ങിച്ചിട്ടുള്ള പെണ്ണാണ്. പക്ഷേ ആ പത്മഭൂഷണത്തിന്റെ പദവിയും അവളുടേതാകുന്ന സംഗീതത്തിന്റെ മിഴിവും കഴിവുമെല്ലാം തച്ചുടയ്ക്കുമാറ് രവിശങ്കർ എന്ന് പറയുന്ന ഭർത്താവ് പെരുമാറി. അഥവാ അദ്ദേഹം
അവളെ പരിപൂർണമായി ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. മറ്റൊരു പെണ്ണിനോടൊപ്പം, സുന്ദരിയായ പെണ്ണിനോടൊപ്പം അവൻ ചേക്കേറി. മുസ്ലിമത്തായ പെണ്ണ് അമുസ്ലിം ചെറുപ്പക്കാരനാകുന്ന സഹപാഠിയുമായി സ്നേഹം പങ്കിട്ട്, അവനുമായി ശാരീരികമായി പങ്കിട്ട്, അവനു വേണ്ടി മതം മാറി, അവസാനം പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി, കാഫിറത്തായി അവൾ മാറി. അവൾക്ക് മാനസികമായി പ്രയാസമായി. അവളുടെ കഴിവും മിഴിവും മുഴുവനും തച്ചുടച്ച് അവസാനം അവൾ ജീവിച്ചു. എത്ര കൊല്ലമെന്നറിയുമോ? 50 കൊല്ലം പിന്നീട് ജീവിച്ചു. 50 കൊല്ലം ജീവിച്ചു. 50 കൊല്ലങ്ങൾക്കപ്പുറമാണ് അവൾ ഈ കഴിഞ്ഞ മാസം മരണപ്പെട്ടു പോയത്. 50 വർഷത്തോളം അവളെ കുറിച്ചുള്ള ഒരു അറിവും ഒരു മീഡിയയ്ക്കും ഉണ്ടായിരുന്നില്ല. സൗത്ത് മുംബൈയിലെ ബ്രീച്ച് കാൻഡി എന്ന് പറയുന്ന വീടിന്റെ അകത്തളങ്ങളിൽ അവൾ കഴിഞ്ഞുകൂടുകയാണ്. ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു മണി തൂക്കിയിട്ടിട്ടുണ്ട്. ആ മണിക്ക് താഴെയായിട്ടൊരു എഴുത്തുണ്ട്. എഴുത്ത് മറ്റൊന്നുമല്ല, നിങ്ങളിൽ ആരെങ്കിലും ഈ വീട്ടിലേക്ക് വന്നുകൊണ്ട് എന്നെ അന്വേഷിക്കുകയാണ് എങ്കിൽ 3 പ്രാവശ്യം ഒന്ന് മണിയടിക്കണേ. 3 പ്രാവശ്യം മണിയടിച്ചിട്ടും റിപ്ലൈ ഇല്ലെങ്കിൽ താഴെ ഒരു കാർഡ് എഴുതിയിട്ട് വാതിലിനടിയിലൂടെ അകത്തേക്ക് അവരുടെ കഴിവും മിഴിവുമെല്ലാം അന്യരാകുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ പണയം വെച്ച് അവനുമായി പ്രേമിച്ചതിന്റെ പേരിൽ അവളുടേതാകുന്ന സർവ്വ സൗഭാഗ്യങ്ങളും നശിച്ച് സ്വന്തം അച്ഛനെയും സ്വന്തം ഉപ്പയും ഉമ്മയും ഒക്കെ ആശീർവാദത്തോടുകൂടി നടന്ന കല്യാണമായിട്ട് പോലും അവസാനം ഈ ലോകത്ത് നിന്ന് മോശമായ രീതിയിൽ കാഫിറത്തായി മരണപ്പെട്ടു പോയതിന്റെ ചിത്രം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരറിയണം. സഹപാഠികളെ സ്നേഹിച്ച് അവരെയൊക്കെ മതപരിവർത്തനം നടത്തി, അത് വിശുദ്ധ ഇസ്ലാമിലേക്കാണെങ്കിൽ പോലും ഒരിക്കലും അത് വേണ്ട. പരിശുദ്ധ ദീൻ അങ്ങനെ ഒരാളെ കൂടി ദീനിലേക്ക് കടത്തിക്കൂട്ടാൻ ഇസ്ലാം ആശവെക്കുന്നില്ല. ദീനിൽ നിർബന്ധമായി മതപരിവർത്തനത്തിന്റെ ആവശ്യമില്ല. ദീനിലേക്ക് അതിന്റെ ആവശ്യവുമില്ല. ആളിവിടെ കൂടുതലാൻ പരിശുദ്ധമായ ദീൻ അംഗീകരിച്ച ആളുകൾ ധാരാളമാണ് ഇവിടെ. ദീനിലേക്ക് ആരെയും നിർബന്ധ മതപരിവർത്തനം പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് പരിശുദ്ധമായ ദീനിന്റെ ആശയങ്ങളാണ് എന്ന് മനസ്സിലാക്കി കൗമാരപ്പായ ചെറുപ്പക്കാർ കോളേജ് തലത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ടതാകുന്ന പ്രേമ കല്യാണങ്ങൾക്ക് പരിശുദ്ധമായ ദീനിന് എതിരാണ് എന്നുള്ള വിഷയം ഈ ഒരൊറ്റ സംഭവത്തിലൂടെ ഓർമ്മപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അവസാനമായി പറയുന്നു, നമ്മുടെ കുടുംബജീവിതം മുത്തുനബിയുടെ കുടുംബജീവിതം പോലെയാകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതം പോലെയാകണം. പ്രവാചകൻ തൻ്റെ മകളെ സ്നേഹിച്ചു, തൻ്റെ മക്കളെ സ്നേഹിച്ചു, പേരമക്കളെ സ്നേഹിച്ചു, തൻ്റെ ഭാര്യയെ സ്നേഹിച്ചു. എന്നിട്ട് നബി തങ്ങൾ ലോകത്തോട് പറഞ്ഞൊരു മറുപടി, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസത്തു ഉമൂർ, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ടത് 3 കാര്യമാണ്. 3 എണ്ണം. അത്വീബു വന്നിസാ വഖുറത്തു ഐനി ഫിസ്സലാ, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് 3 കാര്യമാണ് സാബ. ഒന്നാമത്തത് സുഗന്ധമാണ്, സുഗന്ധമാ. വന്നിസാ, എന്റെ ഭാര്യമാരാണ്, ഭാര്യമാരാണ്. എനിക്കിഷ്ടപ്പെട്ടത് 1 സുഗന്ധം, തീവ്, അത്തർ വലിയ ഇഷ്ടമാണ്, നമ്മളും ഇഷ്ടപ്പെടണം. രണ്ടാമത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വന്നിസാ, എൻ്റെ ഭാര്യമാരെ എനിക്ക് സ്നേഹമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. വഖുറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിൽ കൺകുളിർമയാകലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. നബി തങ്ങളെ പ്രിയം വെക്കുന്ന മുഅ്മിനേ, മുഅ്മിനത്തെ, നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണേ. സ്വന്തം ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന ഭാര്യമാരായി മാറണേ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവായി മാറണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതമാണ് ഈ ദുനിയാവിൽ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണിതെന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ അത് വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. 4:30 മണിയായി എന്ന് നിർത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ മഹലിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, അവർക്കെല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയ സുഹൃത്ത് അൻസാർ കൊല്ലാടൻ ഉമ്മത്തൂരുള്ള സഹോദരനാണ്. ഞാൻ ഈ കഴിഞ്ഞ മാസം ഖത്തറിൽ പോയപ്പോൾ എനിക്ക് വലിയ സഹായകമായി വർത്തിച്ച ചെറുപ്പക്കാരനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ബറക്കത്ത് നൽകുമാറാവട്ടെ. ഈ സദസ്സിൽ അദ്ദേഹമുണ്ട്.
അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ പ്രിയ സുഹൃത്ത് ഇസ്മായിൽ ചെറുവാഞ്ചേരി, അള്ളാഹു അദ്ദേഹത്തിനും ബർക്കത്ത് നൽകുമാറാവട്ടെ. ഈ അലി ഹാജി അടക്കമുള്ള നമ്മുടെ മഹലിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, ഉറൂസ് കമ്മിറ്റിയുടെ കർമ്മോത്സുകരായ ചെറുപ്പക്കാരടക്കമുള്ള യുവാക്കളടക്കമുള്ള നല്ല നല്ല ചെറുപ്പക്കാർ, വാളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്ന, മാസങ്ങളായി ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ, സമുന്നതരായ നമ്മുടെ ഉസ്താദുമാർ, ബാക്കവി ഉസ്താദ്, കാസിം ഉസ്താദ് അടക്കമുള്ള നമ്മുടെ സമുന്നതരായ ഉലമാക്കൾ, മുത്തഅല്ലിമീങ്ങൾ, എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുലോകത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസർ നമ്മൾ നിസ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ വൈകിക്കുന്നത് നല്ലതല്ല. നമ്മളെ വേഗം തന്നെ അസർ നിസ്കരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ നിയ്യത്തുകളെല്ലാം അള്ളാഹു സാധൂകരിക്കുമാറാവട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. നമുക്കൊക്കെ ഓരോ നിയ്യത്തുണ്ട്. ആ നിയ്യത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ മഹാനുഭാവന്റെ ചാരത്തേക്ക് വരുന്നത്. അള്ളാഹു ആ നിയ്യത്തുകൾ പരിപൂർണമായി പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. അൻസർ സാഹിബ് ലീവിന് വന്നതാണ്, 1-2 മാസങ്ങൾക്ക് ലീവിന് വന്നതാണ്. ഇന്ന് ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് കാണാൻ വേണ്ടി ഓടി വന്നതാണ്. അദ്ദേഹത്തിനും ഇവിടെ വന്നതിൻ്റെ പൊരുത്തം, ഇവിടുത്തെ ശൈഖ് അവറുകളുടെ പൊരുത്തം, ശംസുലുലമയും ബഹുമാനപ്പെട്ടതാകുന്ന ഉസ്താദുമാരും ബഹുമാനപ്പെട്ടതാകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ മഹോന്നതനാകുന്ന സാഹിദീങ്ങളിൽ പ്രമുഖനാകുന്ന CM വലിയുള്ള അടക്കമുള്ളതാകുന്ന സമുന്നതരാകുന്ന ഔലിയാക്കൾ വരെ ഈ മഖാമിൽ വന്ന് സിയാറത്ത് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വരാനും ഇവിടെ വന്നുകൊണ്ടൊരൽപ്പം പ്രഭാഷണം നടത്താനും നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞതിൽ വലിയ സൗഭാഗ്യം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി എനിക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ലോക മുസ്ലിമീങ്ങൾക്കൊണ്ട് ദുആ ചെയ്യണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അർഹമർ റഹീമായ അല്ലാഹ്, اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ദീനിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഹൃദയത്തിൽ നഖന്തയെ നീക്കം ചെയ്യണേ അല്ലാഹ്. അഹങ്കാരത്തെ നീക്കണേ അല്ലാഹ്. ലോകമാന്യത നീക്കണേ റബ്ബേ. നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സംശുദ്ധമാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട് റബ്ബേ. എല്ലാ നിയ്യത്തുകളും നീ സാധൂകരിച്ച് നൽകണേ അല്ലാഹ്. ഈ സദസ്സിലേക്ക് വന്നു ചേർന്ന സഹോദര സഹോദരിമാർ എത്രയോ ലക്ഷ്യങ്ങൾ ഇവിടെ വായിച്ചു പറഞ്ഞു. സർവരുടെയും നിയ്യത്തുകൾ നീ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങളെ പ്രയാസങ്ങളെ മാറ്റണേ റബ്ബേ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന ശൈഖ് അവറുകളെ പൊരുത്തം നൽകണേ റബ്ബേ. അവിടുത്തെ മദതിലാക്കണേ അല്ലാഹ്. അവിടുത്തെ കാവലിലാക്കണം റബ്ബേ. അവിടുത്തെ ഹിഫ്ളിലും ഹിർസിലും ആക്കണേ അല്ലാഹ്. അവരാരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് വേണ്ടി എടുക്കുന്ന ഖിദ്മാത്തുകൾ സ്വീകരിക്കണേ റബ്ബേ. ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, മഹല്ലിന്റെ ഭാരവാഹികൾ, ഉസ്താദുമാർ, മുത്തഅല്ലിമീങ്ങൾ, ഈ സദസ്സിൽ വന്നു ചേർന്ന സഹോദര സഹോദരിമാർ ഏതെല്ലാം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് കത്ത് മുഖേന ഇവിടെ അറിയിച്ചവരുണ്ടോ അവരുടെ ലക്ഷ്യങ്ങൾ മുഴുവനും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. വീട് വെക്കാൻ ലക്ഷ്യം വെക്കുന്നവരുണ്ട്, ഖൈറായ വീട് വെക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വീടുകളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. അത് ദീനിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ്, കബൂലാക്കണേ അല്ലാഹ്. പ്രവാസികളായ സഹോദരങ്ങളുണ്ട്, ലൈവായി പ്രഭാഷണം കേൾക്കുന്നവരുണ്ട്, ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളെ നൽകണേ റബ്ബേ. സാലിഹീങ്ങളാകുന്ന മക്കളെ നൽകണേ അല്ലാഹ്. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ആബിദീങ്ങളാക്കണേ അല്ലാഹ്. ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും സർവ്വവിപത്തുകളിൽ നിന്ന് നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, സഹജനങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അയൽവാസികളുണ്ട്. മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ വസ്ത്രം അണിയിക്കണേ റബ്ബേ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാഹ്.
സ്വർഗീയമാകുന്ന പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. സർവോപരി നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഗഫിർ ഇഖ്വാനി. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ എന്റെ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉടനെ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, നബിയേ നബിയേ ആരാണവർ നബിയേ? മൻ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, തങ്ങളുടെ സഹോദരങ്ങൾ ആരാണ്, തങ്ങളുടെ സഹോദരങ്ങൾ ആരാണ് എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ മറുപടി നൽകുകയാണ്, യതമന്നാ മിൻ ബഅദി ലൗ യറാനി ബിഅഹ്ലിഹി വമാലിഹി. എനിക്ക് ശേഷം ഒരു കൂട്ടം ആളുകൾ കടന്നു വരും സഹാബ, അവരുടെ സമ്പത്തും അവരുടെ സൗഭാഗ്യം മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. അവരുടെ ലക്ഷ്യം ഞാൻ മാത്രമാണ്, എന്നെയൊന്ന് കാണണം, എന്നെയൊന്ന് സ്വപ്നം കാണണം, എന്നെയൊന്ന് ഉണർവിൽ കാണണം. ആ ഒരു ചിന്ത മാത്രം വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് അവർ. എനിക്ക് ശേഷം കടന്നു വരുന്ന ഉമ്മത്താണ്. അള്ളാഹുവേ പടച്ച റബ്ബേ ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ, നീ ഉൾപ്പെടുത്തിക്കണേ. പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നീ ശ്രദ്ധിക്കണേ. പള്ളിയിലേക്ക് വലത് കാല് വെച്ച് കയറണേ, ചേറുമ്പോൾ ചെല്ലേണ്ടെന്ന് ദുആ ചെയ്യണേ. ഇടത് കാല് വെച്ച് ഇറങ്ങണേ, ഇറങ്ങുന്ന സമയത്ത് നീ ശ്രദ്ധിക്കണേ. നീ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലത് കാല് ചെരുപ്പ് ധരിക്കണേ, അത് തന്നെ ഇരുന്നു കൊണ്ട് ധരിക്കണേ. ഇടത് കാലിൽ ചെരുപ്പ് ഊരണേ, ചെരുപ്പ് ഊരുന്ന സമയത്ത് ഇടത് കാല് ആദ്യമായി ഊരണേ. പാൻസ് ധരിക്കുമ്പോൾ രണ്ട് കാലും ഇരുന്നു കൊണ്ട് ധരിക്കണേ. രണ്ട് കാലം കയറ്റിയതിന് ശേഷം പിന്നീട് നീ നിന്നുകൊണ്ട് അത് പരിപൂർണമായി പൂർത്തിയാക്കണേ. ഇരുന്നു കൊണ്ട് തലമുടി ചെയ്യണേ. എത്രയെത്ര സുന്നത്തുകളാണ് സഹോദര നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാഹുവേ പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തുകളെ അനുധാവനം ചെയ്തുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പോലെ മുത്തബിഉ സുന്നയായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.